ആരാണ് ഈ യക്ഷി? കള്ളിയങ്കാട്ട് നീലി എന്നൊക്കെ കഥാപാത്രങ്ങളെ കേട്ടിട്ടുണ്ട്. അതൊരു യക്ഷിയായിരിക്കുമോ? ഒരു വീക്ക്നെസ് ഇല്ലാത്തവരെ സ്വാധീനിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാളെ ഒരാളോട് നമുക്ക് ഒരു കാര്യം സാധിക്കണം, അയാൾക്ക് ഒരു മദ്യപാന ശീലം ഉണ്ടെങ്കിൽ അയാൾക്ക് മദ്യം കൊടുത്താൽ മതി. അയാൾക്ക് ധനത്തിൽ അമിതമായ കൊതി ഉണ്ടെങ്കിൽ അയാൾക്ക് പണം കൊടുത്ത് സ്വാധീനിക്കാം. അയാൾക്ക് അങ്ങനെ എന്താണോ അയാളുടെ കാമനകൾ, അയാൾക്ക് ചിലപ്പോൾ പല കാര്യങ്ങളുണ്ടാകും. അപ്പം ഒരു വീക്ക്നെസ് ഇല്ലാത്തവൻ എങ്ങനെ സ്വാധീനിക്കും? അപ്പോൾ യക്ഷികൾ എന്ന് പറയുമ്പോൾ അവരൊക്കെ ദേവതകളായിരിക്കുമോ? അതായത് പുലിപ്പല്ലി വേണമെന്ന് നമ്മൾ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് നേടിയാൽ പുലിപ്പല്ലി കിട്ടും. നാളെ മറ്റന്നാൾ കേസായാൽ അത് നമ്മൾ ഹാൻഡിൽ ചെയ്തോണം. നമസ്കാരം, ഇത് സൺ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മളൊരു പേടിപ്പെടുത്തുന്ന കാര്യമാണ് ചോദിക്കാൻ പോകുന്നത്. യക്ഷി എന്ന സങ്കല്പത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സാധാരണ എല്ലാവരും ഭയത്തോടെ പറയുന്ന പേരാണ് യക്ഷി. ആരാണ് ഈ യക്ഷി? എന്താണ് യക്ഷി സങ്കല്പം അല്ലേ? അതെ, യക്ഷി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ആളുകളുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രം വളരെ പേടിപ്പെടുത്തുന്ന ഒരു രൂപമായിട്ടാണ്. അതായത് നമ്മളെ ഉപദ്രവിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സ്ത്രീ രൂപമൊക്കെ ആയിട്ടാണ് ആളുകളുടെ മനസ്സിലേക്ക് വരിക. എന്നാൽ അങ്ങനെയല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കഥകളിലൊക്കെ തന്നെ, ഒരുപാട് കഥകളിലൊക്കെ തന്നെ യക്ഷി എന്ന് പറയുന്ന പരാമർശമുണ്ട്, സിനിമകളിലുണ്ട് ഒക്കെ യക്ഷി എന്ന് പറയും. പക്ഷേ ആ യക്ഷിയല്ല, ആ കഥകളിൽ കാണുന്ന ആ യക്ഷിയല്ല നമ്മളുടെ ഈ ഇപ്പം നമ്മൾ ചോദിച്ച ഈ താന്ത്രികമായ സങ്കല്പം. അത് വ്യത്യാസമുണ്ട്. യക്ഷി എന്ന് പറഞ്ഞാൽ യക്ഷിണി എന്നാണ് നമ്മളതിൻ്റെ പൂർണ്ണമായിട്ട് പറയുന്നത്. യക്ഷി എന്ന് നമ്മൾ ചുരുക്കി പറയുമ്പോൾ അതിന് യക്ഷിണി എന്നാണ് പറയുന്നത്. യക്ഷി എന്ന് ചുരുക്കത്തിൽ യക്ഷന്മാരുടെ ഭാര്യമാർ, അതായത് സ്ത്രീ രൂപങ്ങളാണ്. അത് യക്ഷകുലം എന്ന് പറഞ്ഞിട്ടൊരു കുലമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലെ എന്താ അതിന് പറയാന്ന് വെച്ചാൽ ഭൗതിക സ്വത്തിൻ്റെ സംരക്ഷകരാണ് യക്ഷന്മാർ. ഭൗതിക സ്വത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും അറിവും അല്ലാത്ത ദ്രവ്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ സ്വർണം, പണം, ധനം, ഇതൊക്കെ എന്താണ് ഭൗതിക സ്വത്ത്? നമുക്ക് കൈകൊണ്ട് തൊടാവുന്ന, വിനിയോഗിക്കാവുന്ന സ്വത്ത്. ഈ ഭൗതിക സ്വത്തിൻ്റെ സംരക്ഷകരാണ് യക്ഷന്മാരെന്നാണ് പറയുക. അതിൻ്റെ സ്ത്രീ രൂപമാണ് യക്ഷിണികൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ കുബേര സങ്കല്പം. കുബേരൻ യക്ഷന്മാരുടെ രാജാവാണ്. ഇപ്പോൾ ധനത്തിൻ്റെ അധിപനാണല്ലോ, ധനാധിപതയെ എന്നാണല്ലോ പറയുന്നത് കുബേരനെ. ഇപ്പോൾ മഹാലക്ഷ്മി എന്ന് പറയുന്ന സങ്കല്പം ധനത്തിനെ സൃഷ്ടിക്കുന്നവളാണ്, അല്ലെങ്കിൽ സമ്പത്തിനെ സൃഷ്ടിക്കുന്നവളാണ്. അല്ലെങ്കിൽ ഉള്ള സമ്പത്തിൻ്റെ അധിപതിയാണെങ്കിലും അതിൻ്റെ സംരക്ഷണ ചുമതല ആ യക്ഷകുലത്തിൻ്റെ രാജാവായ കുബേരനാണ്. ഈ കുബേരൻ യക്ഷരാജാവാണ്. അപ്പോൾ ആ കുബേരൻ്റെ അനുയായികളാണ് യക്ഷന്മാർ. അവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ അതിൻ്റെ സ്ത്രീ വേർഷനാണ് യക്ഷിണികൾ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വകഭേദങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാ ദേവതകൾക്കും, ഇപ്പോൾ ഭദ്രകാളിക്ക് പല ഭാവങ്ങളുണ്ടല്ലോ. മഹാവിഷ്ണു ഇപ്പം നരസിംഹാവതാരമില്ലേ? അപ്പോൾ ഭാവഭേദങ്ങൾ എല്ലാ ദേവതകൾക്കുള്ള പോലെ യക്ഷിണികൾക്കും ഉണ്ട്. ഇപ്പോൾ അഷ്ടയക്ഷിണിമാരാണ് പ്രധാനമായിട്ടും നമ്മൾ ആരാധിച്ചു വരുന്ന അത് പറയാം മുന്നോട്ട്. ഇപ്പോൾ ചുരുക്കത്തിൽ യക്ഷിണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ദേവതാ സങ്കല്പം തന്നെയാണ്. പക്ഷേ ഒരു ഉപദേവതയൊക്കെ ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന നിഗ്രഹാനുഗ്രഹ ശേഷിയുള്ള ആളുകളാണ് യക്ഷിണികൾ എന്ന് പറയേണ്ടി വരും. അല്ലാതെ നമ്മൾ ഭയപ്പെടുത്തേണ്ട. അപ്പോൾ സാധാരണ ഒരു ദേവതയ്ക്കുള്ള പോലെ തന്നെയുള്ള, ഞാൻ പറഞ്ഞ, നിഗ്രഹിക്കാനും അനുഗ്രഹിക്കാനും ശക്തിയുണ്ട്. അത്രയേ ഉള്ളൂ യക്ഷി എന്ന് പറയുന്ന സങ്കല്പം. നീ കള്ളിയങ്കാട്ട് നീലി എന്നൊക്കെ കഥാപാത്രങ്ങളെ കേട്ടിട്ടുണ്ട്. അതൊരു യക്ഷിയായിരിക്കുമോ? അത് യക്ഷിണിയാണോ എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ ഈ പറയുന്ന യക്ഷിയല്ല. ആ യക്ഷി അത് ഫോക്ലോർ കഥകളിലൊക്കെ, നമ്മൾ നാടോടി കഥകളിൽ കേട്ടിരിക്കുന്ന ഒരു കഥയുടെ ഭാഗമായിട്ടാണ് ഈ കള്ളിയങ്കാട്ടി നീലി എന്നൊക്കെ പറയുന്നത്. അത് വേറെ സങ്കല്പമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കള്ളിയങ്കാട്ടി നീലി ഒരു ഭർത്താവിനാൽ ചതിക്കപ്പെട്ട് കൊല്ലപ്പെട്ട സ്ത്രീ പ്രതികാരദാഹത്തോടെ പിന്നീട് പുനർജനിച്ച് യക്ഷി എന്നൊക്കെ പറയണത്. അത് വേറൊരു സങ്കല്പമാണ്. അത് നമ്മൾ ഈ ആരാധിക്കുന്ന ആ ഒരു യക്ഷിണി സങ്കല്പം അല്ലാതെ, അത് മനുഷ്യനായി ജനിച്ച് ഒരു പ്രത്യേക വേദനയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ വഞ്ചനയോട്, അങ്ങനെ എന്തെങ്കിലും ഒരു വേദനയോടുകൂടി മരണപ്പെട്ട അയാളുടെ പ്രേതകല പിന്നെ ഒരു പിതൃവസ്ഥയ്ക്ക് ഉയരാതെ അതിൻ്റെ ശേഷിപ്പുകൾ പ്രപഞ്ചത്തിൽ നിലനിൽക്കും. അതായത് അതിൻ്റെ ശേഷിപ്പ് ഉണ്ടാവുമല്ലോ. ഒരാൾ മരണപ്പെട്ടു, അയാളുടെ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല എന്നാണ് പറയാം. നമ്മുടെ ശരീരം മാത്രം പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയ ശരീരം മാത്രമേ രൂപമാറ്റം വരാം. അതും നശിക്കുന്നൊന്നുമില്ല. ആ ശരീരത്തിന് രൂപമാറ്റം വന്ന് മറ്റൊന്നാവും എന്നുള്ളതാണ്. അപ്പോൾ ആത്മാവിന് അതുപോലെ തന്നെയാണ്. അത് ഒരിടത്തുനിന്ന് മറ്റിടത്തിലേക്ക് ചലിക്കുന്നുള്ളൂ. അതിന് രൂപമാറ്റം വരുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ യക്ഷികൾ എന്ന് പറയുന്നത് ഈ ആരാധ്യമൂർത്തികളായിട്ടാണ് നമുക്ക് കണക്കാക്കുക. കള്ളിയങ്കാട്ടി നീലി എന്ന് പറയുന്നത് ഒരു ഫോക്ലോർ കഥാപാത്രമാണ്. ഇനി അത് സത്യാവസ്ഥയാണെങ്കിൽ അതൊരു പ്രേത സങ്കല്പമായിട്ടാണ് നമുക്കതിനെ പരിഗണിക്കാൻ പറ്റുള്ളൂ. പിന്നെ പ്രേതങ്ങളും പ്രേത അവസ്ഥയിൽ നിന്ന്, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രേതമല്ല ഇത്. പ്രേതാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടിട്ട് ഒരു പിതൃവസ്ഥയ്ക്ക് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ബ്രഹ്മത്തിൽ ലയിക്കുന്നതിന് മുമ്പുള്ള ആ ശേഷിപ്പിനെയാണ് നമ്മൾ പ്രേതാവസ്ഥ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. യക്ഷികൾ എന്ന് പറയുമ്പോൾ അവരൊക്കെ ദേവതകളായിരിക്കുമോ? യക്ഷിണികൾ ദേവതകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദേവതകളായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മനുഷ്യൻ്റെ തലം നമ്മൾ ഈ ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് മനുഷ്യനുൾപ്പെടെയുള്ള ബാക്കിയുള്ള എല്ലാ ജീവികളും. ശരിയല്ലേ? നമ്മൾ ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മുടെ ഒരു തലം, അതുപോലെ ദേവതകളുടെ ഒരു തലമുണ്ട്. ഞാൻ പറയുന്നതിൻ്റെ ഒരു പ്രായോഗികമായ ഡിസ്റ്റൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു കാഴ്ചയ്ക്കുള്ള അകലമല്ല, ആ ഒരു തലമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യ തലത്തിൽ നിന്ന് ദേവത എന്ന് പറയുന്ന ആ ഒരു തലത്തിനിടയിൽ വരുന്ന ഒരു തലമുണ്ട്. അവിടെയാണ് യക്ഷിണികളുടെ സ്ഥാനം. അപ്പം നമ്മൾക്ക് ആ ദേവതയിലേക്ക് എത്തിപ്പെടാനുള്ള അത്രയും ദൂരം യക്ഷിണികളിലേക്ക് എത്തിപ്പെടാനില്ല.
കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് അവരിലേക്ക് എത്തി. കാരണം അവർ മനുഷ്യരുമായിട്ട് അവർക്ക് ചെറിയൊരു സാമ്യതയുണ്ട്. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെയും ദേവൻ്റെയും നടുക്ക് നിൽക്കുന്നതുകൊണ്ട് ദേവൻ്റെ ഗുണമുണ്ട്, മനുഷ്യൻ്റെ ഗുണമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ വികാരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ശേഷിയുണ്ട്. ദേവതകൾക്ക് മനുഷ്യനായി ജനിച്ച അവൻ്റെ വേദന നമ്മളോളം ദേവതകൾക്ക് പോലും മനസ്സിലാവില്ല. പക്ഷെ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇവർ അതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. മീഡിയേറ്റർ എന്ന് പറയുന്ന വാക്ക് തെറ്റാണ്. രണ്ടിൻ്റെയും നടുക്ക് ഒരു മധ്യത്തിലായിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഇവരുടെ രൂപം എങ്ങനെ മനുഷ്യന്റെ രൂപമായിരിക്കുമോ? യക്ഷിണികളുടെ രൂപം. അതെ, നമ്മൾ മനുഷ്യർ ചിന്തിക്കുമ്പോൾ അങ്ങനെ മനുഷ്യരൂപം ചിന്തിക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ. അപ്പോൾ നമ്മൾ ചില ആളുകൾ പറയും, ഇപ്പോൾ ഒരു പശുവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ദൈവിക സങ്കല്പം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പശുവായിരിക്കും, പശുവിൻ്റെ ദേവത. അവനവനേക്കാൾ ശേഷിയും അവനവനേക്കാൾ ശാരീരിക വലിപ്പവും പിന്നെ മറ്റ് കഴിവുകളുള്ള ഒന്നിനെയാണ് നമ്മൾ ആരാധിക്കുക, അല്ലേ? അപ്പം നമ്മളോടുള്ള ശേഷിയുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ ശേഷി കുറഞ്ഞ ഒന്നിനെയും നമ്മൾ ആരാധിക്കുന്നില്ല. നമ്മൾ കാറ്റിനെ ആരാധിക്കുന്നു, അഗ്നിയെ ആരാധിക്കുന്നു, അതായത് വായുവിനെ, അഗ്നിയെ, ജലത്തിനെയൊക്കെ ആരാധിക്കുന്നു. നമ്മളെക്കാൾ പ്രഹരശേഷിയും നമ്മളെക്കാൾ എല്ലാം കൊണ്ടും ശക്തിയുറ്റതിനെ മാത്രമേ മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ആരാധിക്കും. അപ്പോൾ ഒരു പശുവിൻ്റെ ദേവത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പശു ആയിരിക്കുമല്ലോ. അപ്പോൾ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ഒരു യക്ഷിണി അല്ലെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു മനുഷ്യൻ്റെ രൂപമായിട്ടാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ദേവതകളൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ എല്ലാ ദേവതകളും, മഹാവിഷ്ണു നമ്മൾ ആരാധിക്കുന്നത് ചതുർബാഹുവായിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. അതൊരു മനുഷ്യരൂപമായി ആകുമ്പോൾ നമുക്ക് ആരാധന കുറച്ചുകൂടി എളുപ്പം. അല്ലാത്ത ദേവതകളെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ദേവതയെ ഏത് രീതിയിലും നമുക്ക് നമ്മളിൽ പ്രത്യക്ഷപ്പെടുത്താൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു എന്നുള്ള അർത്ഥത്തിലല്ല, സങ്കല്പിക്കാൻ പറ്റും. നമ്മൾ പറയല്ലോ സങ്കര രൂപത്തിൽ നമുക്ക് ദേവതകളെ ഉണ്ടാക്കാനും പറ്റും. അതൊക്കെ വേറെ വിഷയം. അത് അത്രമേൽ സങ്കല്പ ശക്തിയുള്ള സിദ്ധന്മാർക്ക് ആ രീതിയിലൊരു ചൈതന്യത്തിനെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് അതിലേക്ക് ആ ഊർജ്ജത്തിനെ കൊണ്ടുവന്ന് അതിനെ ദേവതയാക്കി മാറ്റാനും പറ്റും. മന്ത്രങ്ങളെ ഉണ്ടാക്കിയത് തന്നെയാണ്. ഈ മന്ത്രങ്ങളൊക്കെ ഒരു കാലത്ത് ഋഷീശ്വരന്മാർ ഉണ്ടാക്കിയതാണ്. അത് കണ്ടുപിടിച്ച ആളാണ് ആ ഋഷി. ആ ഋഷി എന്ന് പറയുമ്പോൾ അത് തലയിൽ ഇങ്ങനെ കെട്ടി താഴി അങ്ങനെയില്ല. സാധാരണ ജോലി ചെയ്തവരൊക്കെ തന്നെയാണ്. അല്ലല്ല, അതൊക്കെ എന്ന് വെച്ചാൽ ഋഷി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന ആ ചിത്രമല്ല. സാധാരണക്കാരായിരുന്നിരിക്കാം, വിവിധങ്ങളായ ജോലി ചെയ്യുന്ന ആളുകളായിരുന്നിരിക്കാം. പക്ഷേ അവരെവിടെയോ അവർ പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ ഒക്കെ നമ്മളിപ്പോൾ എന്നും ഒരേ വാക്ക് ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മൾ മാത്രം ഉച്ചരിക്കുന്ന ഒരു വാക്കാണ്. നമുക്ക് കഷ്ടം വരുമ്പോഴോ സന്തോഷം വരുമ്പോഴോ ഇപ്പോൾ നമ്മൾ അടിപൊളി എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു വാക്ക് നമ്മളായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് ഉച്ചരിക്കും. പക്ഷേ ആ ഉച്ചരിക്കുമ്പോഴൊക്കെ നമുക്കൊരു നല്ല അനുഭവം വരാൻ തുടങ്ങിയാൽ നമ്മളതിനെ നോട്ടീസ് ചെയ്യും, ശ്രദ്ധിക്കും. ഇത് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഗുണമുണ്ട്, ഇല്ലെങ്കിൽ ഇന്നത് പറഞ്ഞാൽ എനിക്ക് ദോഷമുണ്ട്. അപ്പോൾ അതൊരു മന്ത്രമായിട്ടും നമ്മൾ എവിടെയൊക്കെ നമുക്കത് അതുപോലെ ഒരു ആവശ്യം വേണോ അവിടെ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കില്ലേ. ഇങ്ങനെയാണ് മന്ത്രങ്ങളെ കണ്ടുപിടിക്കുന്നത്. അതായത് നിരന്തരമായി ഉപയോഗിക്കുമ്പോൾ അത് നമ്മളെ ശരീരത്തിൽ സ്പന്ദനം ചെയ്ത് അതിന് ഇന്ന പ്രത്യേകതകൾ ആ ശരീരത്തിൽ വരുത്താൻ ശേഷിയുണ്ടെന്ന് തിരിച്ചറിയുന്ന വ്യക്തിയാണ് ആ ഋഷി. അപ്പോൾ ആ ഋഷികളാണ് ഈ മന്ത്രങ്ങളെ മുഴുവൻ കണ്ടുപിടിച്ച് നമ്മളിലേക്ക് എത്തിച്ചത്. ഒരു മനുഷ്യരൂപമായിട്ട് തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുത്തുന്ന നമ്മൾ സങ്കല്പിക്കുന്നതാണ് ദേവതയുടെ രൂപം. ഞാൻ സങ്കല്പിക്കുന്നതാണ് ഒരേ ദേവത തന്നെ നമ്മുടെ സങ്കല്പശക്തിക്കനുസരിച്ച് ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ മനുഷ്യരൂപമായിട്ട് തന്നെയാണ് സങ്കല്പിക്കാൻ മനുഷ്യന് സാധ്യത. അതുതന്നെയാണ് അതിൻ്റെ ശരിയും. യക്ഷി ആരാധന എങ്ങനെയൊക്കെ ആയിരിക്കാം? യക്ഷി ആരാധന എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഈ ഒരു ദേവതകളെ ആരാധിക്കുന്ന പോലെയും അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടും ആരാധനകൾ കാണാറുണ്ട്. ഇപ്പോൾ യക്ഷിയിൽ തന്നെ ദേവതകളിൽ ഭാവവ്യത്യാസമുള്ള പോലെ പല ഭാവങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നു, ഇപ്പം മേഖല എന്ന് പറയുന്ന ഒരു യക്ഷിണിയുടെ ഭാവമാണ് മേഖല. നടി എന്ന് പറഞ്ഞൊരു യക്ഷിയുണ്ട്, രതിപ്രിയ എന്ന് പറഞ്ഞൊരു യക്ഷിയുണ്ട്, അതുപോലെ വടയക്ഷി എന്ന് പറഞ്ഞൊരു യക്ഷിയുണ്ട്, കർണപിശാചിനി എന്ന് പറഞ്ഞൊരു യക്ഷിയുണ്ട്. അപ്പോൾ ഓരോ യക്ഷികളുടെയും ഭാവം മാറുന്നതിനനുസരിച്ച് അവർക്ക് നമുക്ക് തരാൻ സാധിക്കുന്ന അനുഗ്രഹ കലകൾക്കും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ കർണപിശാചിനി എന്നൊക്കെ പറയുന്ന യക്ഷിയെ ആരാധനാ രീതി വളരെ സൂക്ഷിച്ചൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം അവർ ക്ഷിപ്രമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫലത്തെ തരാൻ സാധിക്കുന്നവരായതുകൊണ്ട് തന്നെ ആ നിഷ്ഠകളിൽ തെറ്റുപറ്റുമ്പോഴും അതിൻ്റെ പരിണിത ഫലം വളരെ മോശമായിരിക്കും. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചും അല്ലെങ്കിൽ അത്യന്തം ധൈര്യത്തോടെയൊക്കെയാണ് ഉപാസിക്കേണ്ടത് യക്ഷിണികളെ. അപ്പോൾ അത് ഉപദേശം വേണം തീർച്ചയായിട്ടും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, ഗുരു ഉപദേശം വേണം. ദീക്ഷ ആവശ്യമില്ല. യക്ഷിണികളുടെ ആരാധനയ്ക്ക് ദീക്ഷാ പരമ്പരയൊന്നുമില്ല, അതിന് പരമ്പരയൊന്നുമില്ല. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു ഗുരു പരമ്പരയൊന്നുമില്ല. ചിലപ്പോൾ കാണുമായിരിക്കാം, ചില കുടുംബങ്ങൾ തറവാടുകൾ കാണുമായിരിക്കാം. അത് അവരുടെ തറവാടിൻ്റെ മാത്രമാണ്. പരക്കെ ഒരു ഗുരു പരമ്പരയൊന്നും യക്ഷിണി ആരാധനയ്ക്ക് ഉള്ളതായിട്ട് എനിക്കറിവില്ല. എങ്കിലും ഗുരു ഉപദേശം വേണം. അത് ഇന്നെ പോലെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മളുടെ ഒരു ജപസങ്കല്പത്തിനൊക്കെ നേരെ വിപരീതമാണ് ചില യക്ഷിണികളുടെയൊക്കെ ആരാധനയ്ക്ക്. ഉദാഹരണം, നമ്മൾ ഇരുന്ന് ജപിക്കുക, നിന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെയുള്ള രീതികളുണ്ടല്ലോ. ശവാസനത്തിൽ കിടന്ന് ജപിക്കേണ്ട ജപിക്കേണ്ട രീതികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ശ്മശാനത്തിൽ നിന്ന് ജപിക്കേണ്ട രീതികളൊക്കെ ഉണ്ട്. ഇന്നൊക്കെ അത് വലിയ രൂക്ഷമായ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കും. പക്ഷേ അതിനുള്ള സ്ഥലങ്ങൾ ഇന്നുണ്ട്. അതിനായിട്ടുള്ള ശ്മശാനം എന്ന് പറഞ്ഞാൽ പൊതു ശ്മശാനമാവണം നിർബന്ധമൊന്നുമില്ല. ഒരു 10 പേരെ മറവ് ചെയ്ത സ്ഥലം, അതാണ് ശ്മശാനം. അങ്ങനെ ഇപ്പോൾ ഭദ്രകാളിയുടെ തന്നെ ആരാധനയിൽ കഠിനമായ 41 ദിവസത്തെ
ജപരീതിയൊക്കെ ഉണ്ട്. രാവിലെ മുതൽ ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് പൂർണ്ണമായിട്ടും ഒരു അടച്ച മുറിക്കുള്ളിൽ ഇരുന്ന് ജപിച്ച് 41ാമത്തെ ദിവസം ശ്മശാനത്ത് പോയി പ്രത്യേക താന്ത്രിക ക്രിയയിലൂടെ പ്രത്യക്ഷപ്പെടുത്തുന്ന രീതിയൊക്കെ ഉണ്ട്. അതുപോലെ ഇതിനുണ്ട്. പ്രധാനപ്പെട്ട യക്ഷിണി ആരാധനകളൊക്കെ രാത്രിയാണ്. അതിൻ്റെ കാഠിന്യം പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഒന്ന് രാത്രിയാണ്, ഏകാന്തമായിട്ടാണ് വേണ്ടത്. ചിലതൊക്കെ വനത്തിനകത്താണ്, ചിലതൊക്കെ ചില പ്രത്യേക വൃക്ഷങ്ങളുടെ താഴേക്കാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇത് മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ സാധിക്കുമെന്ന് വെച്ചാൽ പെട്ടെന്ന് സാധിക്കും. പിന്നെ ഇതിലേക്ക് ആളുകൾക്ക് താല്പര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഭയന്നിട്ടായിരിക്കും ആളുകൾ വരാത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ അക്ഷരലക്ഷം ജപിക്കണം, 5 ലക്ഷം 25 ലക്ഷം ജപിക്കും, ഇത് അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ പ്രമാണങ്ങളിൽ പറയുന്നത് ഇത്ര 1008 ഉരു ജപിച്ച് ഇന്ന പോലെ ചെയ്ത് ഇന്ന പോലെ ചെയ്താൽ മന്ത്രസിദ്ധി ആയിടും, അല്ലെങ്കിൽ വെറും 10,008 ജപിച്ചാൽ മതി, അല്ലെങ്കിൽ 21,000 ജപിച്ച ശേഷം മന്ത്രസിദ്ധിക്ക് ഇന്ന പോലെ ഹോമിക്കണം, ഇത്രയൊക്കെ മതി. പക്ഷെ അതാ ചെറിയ ജപസമയ കാലഘട്ടമാണെങ്കിലും അതിൽ നേരിടേണ്ട പരീക്ഷണങ്ങളൊക്കെ തുല്യം തന്നെയായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പഴയ നമ്മളെ മന്ത്രസിദ്ധി അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ ഒരുപോലെ തന്നെ ആയിരിക്കും, കഠിനമായിരിക്കും, പക്ഷേ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. അതിൻ്റെതായ ഗുരുക്കന്മാരുണ്ടോയെന്ന് വെച്ചാൽ അത് ആവശ്യക്കാരൻ കണ്ടുപിടിക്കണം. ദുർലഭമാണ്, വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ കഴിവ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് മന്ത്രം അറിയാം എന്ന് ഉപദേശിക്കാൻ ശേഷിയുണ്ടെന്ന് പറയുന്ന ആളുകൾ തന്നെ അത് അവർക്ക് എത്രത്തോളം കഴിവുണ്ടെന്ന് നമ്മൾ ഉരച്ച് നോക്കി ഗുരുവിനെ സ്വീകരിക്കണം, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ആർക്കൊക്കെ ആയിരിക്കാം ഇത് കിട്ടുന്നത്, അത് സാധിക്കുന്നത്? അത് അന്വേഷിക്ക് കിട്ടും, അതായത് അർഹത ഉള്ളവന് കിട്ടും. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ശക്തമായിട്ട് ആഗ്രഹിച്ചതിന് വേണ്ട കാര്യങ്ങൾക്ക് അത് ആരുടെ കയ്യിലാണ് ആ വിദ്യ ഉള്ളത് നമ്മൾ പോയി നോക്കണം. അങ്ങനെ താല്പര്യമുള്ള ആൾക്ക് ആ വിദ്യ കിട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. പിന്നെ സ്ത്രീകൾ അങ്ങനെ ഉപാസിച്ച് കണ്ടിട്ടില്ല. പിന്നെ 2 വിധത്തിൽ യക്ഷിണികളെ ഉപാസിക്കാം. ഒന്ന് മാതൃസങ്കല്പത്തിൽ കൂടെ കാണാം, മാതാവായിട്ട് കാണാം. യക്ഷി അമ്മ സങ്കല്പത്തിൽ ചെയ്യാം ആരാധന. അതാണ് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളത്. ഭാര്യയായിട്ടും കാമുകിയായിട്ടും ആരാധിച്ച പെട്ടെന്ന് ഫലത്തിലെത്തും. പക്ഷേ ആ വ്യക്തിക്ക് ജീവിതത്തിൽ നിലവിൽ പ്രത്യക്ഷത്തിലൊരു ഭാര്യ കാമുകി ഉണ്ടെങ്കിൽ അത് ഉടനെ അതിനൊരു പ്രശ്നം ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധിക്കില്ല. ഇപ്പോൾ മനുഷ്യരെ പോലെ തന്നെ ആൾറെഡി ആ ഒരു ഈഗോ അവിടെയും വർക്കൗട്ടാവും. അപ്പം അല്ലാത്ത ഒരു ബ്രഹ്മചര്യമൊക്കെ പാലിച്ച് നടക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വിവാഹിതനൊക്കെ അല്ലെങ്കിൽ അയാൾക്ക് അതിലൊന്നും വേണമെന്ന് നിർബന്ധമില്ല. മറ്റ് ഭൗതിക കാര്യങ്ങളൊക്കെ നേടിയാൽ മതി, ധനവും ധാന്യവും സമ്പത്തൊക്കെ മതി, എനിക്കങ്ങനെ ഒരു നിർബന്ധമില്ലെങ്കിൽ ആ രീതിയിലും കാണാം. ഏത് ഭാര്യ സങ്കല്പത്തിലായിട്ടും അല്ലെങ്കിൽ ഒക്കെ കാണാം. പൊതുവേ മാതൃസങ്കല്പത്തിൽ ദേവതകളെ അമ്മ ദൈവങ്ങളായിട്ട് കാണുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. ഇപ്പോൾ യക്ഷി സങ്കല്പത്തിൽ ഗുണദോഷങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഗുണദോഷങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഒന്നാമത്തെ കാര്യം, ഇവർ വളരെ പെട്ടെന്ന് തന്നെ ഫലത്തെ തരാൻ ശേഷിയുള്ളവരാണ്. അതുപോലെ തന്നെ വളരെയധികം നിഷ്ഠ പാലിക്കേണ്ട ദേവതകളുമാണ്, ഉപദേവതകളുമാണ്. അപ്പോൾ എത്ര ഒരാൾ, ഇപ്പോൾ നമ്മൾ പറയില്ല, എത്ര സ്നേഹമുണ്ട് അത്രത്തോളം അയാൾക്കൊരു അപ്പുറത്തൊരു രൗദ്രതയുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു നമ്മളിതിനെല്ലാം മനുഷ്യരായിട്ട് കണ്ടാൽ മതി. സാധാരണ മനുഷ്യനുണ്ടാവുന്ന വികാര വിചാരങ്ങൾ തന്നെയാണുള്ളത്. അതായത് നമ്മളൊരാളെ ഇന്നതുപോലെ ശീലിപ്പിച്ച് പിന്നീട് അവിടുന്ന് എനിക്കെല്ലാം കിട്ടി, ഇനിയിപ്പോൾ പ്രശ്നമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അതികഠിനമായിരിക്കും അതിൻ്റെ അനന്തരഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആരാധനയിൽ അതീവ നിഷ്ഠ വേണം. ആ അതീവ നിഷ്ഠ തെറ്റിയാൽ ചിലപ്പോൾ, പിന്നെ മാത്രമല്ല ഭയം എന്ന് പറയുന്ന ഒരു വികാരം ഉള്ള ആളുകൾക്ക് അത് അപ്പോൾ അതാണ് ഭയം. ഇപ്പോൾ ജന്മനാ കുറച്ച് ഭയമുള്ള ആളുകൾക്ക് യക്ഷി ആരാധന ഒരിക്കലും ഉചിതമായിരിക്കില്ല. കാരണം അതിൽ നിരന്തരം ഭയപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ നമ്മൾ സിനിമയെ കാണുന്ന പോലെ പല്ല് വെച്ച് ചിരിക്കുന്നു, കാഹളം ഇത് മുഴങ്ങുന്നു, പൂച്ചയുടെ കരച്ചിലും, അതൊന്നല്ല ഭയം എന്ന് വെച്ചാൽ. നമുക്ക് ഭയം ഉണ്ടാവുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും നമ്മളറിയാതെ തന്നെ. അവിടെ നമ്മൾ ഇതുകൊണ്ടാണോ അതുകൊണ്ടാണോ അങ്ങനെയാണോ ഇത് ജയിച്ചോ അങ്ങനത്തെ ചിന്തകളൊക്കെ വന്ന് നമ്മൾ നിർത്തുമ്പോൾ അത് ബാധയാവും. ഇപ്പുറത്ത് ചാടി അപ്പുറത്ത് കയറിക്കോണം. ചാടുന്നതിന് മുമ്പ് ചിന്തിക്കാം. ഇല്ലെങ്കിൽ നമ്മളും ചാടിയാൽ തന്നെയും മുങ്ങിയാൽ തന്നെയും നമ്മളെ പിടിച്ച് കരയ്ക്ക് കയറ്റാൻ സാധിക്കുമെന്നൊരാളുടെ സഹായത്തോടു കൂടി ചാടാം. അല്ലെങ്കിൽ മറ്റുപാസനാ ബലത്തോട് കൂടിയിട്ട്, മറ്റുപാസനാ ബലം ഉണ്ടെങ്കിലും ഇറങ്ങാം, ഈ യക്ഷി ആരാധനയ്ക്ക് ഇറങ്ങാം. എന്ന് വെച്ചാൽ മറ്റ് ഉപാസനാ ബലം കൂടെ വേണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പുറത്തെ താപത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള നമുക്ക് നേരത്തെ പറഞ്ഞ മന്ത്രജപം ഇതും തമ്മിൽ, മന്ത്രജപം ഇത് ഒന്ന് തന്നെയാണ്. യക്ഷിണികൾക്ക് മന്ത്രം തന്നെയാണ് ജപിക്കുന്നത്. ആ മന്ത്രജപം തന്നെ അത് തന്നെയാണ് ഇതും. അളവ് കുറവ് മതി എന്ന് മാത്രം. അതൊക്കെ ഒരുപാട് ജപിക്കണം. സാത്വിക മൂർത്തികളെ പ്രത്യക്ഷപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ പറയാൻ പറ്റുമോ എന്നറിയില്ല. ഇപ്പം നമ്മൾ ഒരു വീക്ക്നെസ് ഇല്ലാത്തവരെ സ്വാധീനിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാളെ ഒരാളോട് നമുക്കൊരു കാര്യം സാധിക്കണം. അയാൾക്ക് ഒരു മദ്യപാന ശീലം ഉണ്ടെങ്കിൽ അയാൾക്ക് മദ്യം കൊടുത്താൽ മതി. അയാൾക്ക് ധനത്തിൽ അമിതമായ കൊതി ഉണ്ടെങ്കിൽ അയാൾക്ക് പണം കൊടുത്ത് സ്വാധീനിക്കാം. അയാൾക്ക് അങ്ങനെ എന്താണോ അയാളുടെ കാമനകൾ, അയാൾക്ക് ചിലപ്പോൾ പല കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഒരു വീക്ക്നെസ്സും ഇല്ലാത്തവൻ എങ്ങനെ സ്വാധീനിക്കും? അതൊരു ചോദ്യമാണല്ലോ. അപ്പോൾ അവിടെ സ്വാധീനിക്കാൻ പറ്റില്ല. അവർ സ്വാധീനിക്കപ്പെടാത്തവരാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് അർഹതപ്പെട്ടത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ മഹാവിഷ്ണുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹത്തെ ഒന്നുകൊണ്ടും നമുക്ക് അദ്ദേഹത്തെ സ്വാധീനിക്കാൻ പറ്റില്ല. അർഹത നേടാം, അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തി ഞാൻ അർഹനാണെന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ അർഹത ഉണ്ടെങ്കിൽ അദ്ദേഹം തരും. ഇത് അർഹത വേണമെന്നില്ല, നമുക്ക് ഷോർട്ട് കട്ട്സ് ഉണ്ട്.
നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഏത് കാര്യം നടക്കാത്ത നമ്മൾ സിനിമയിലെ കണ്ടില്ലേ, അവസാനം ഒരു കുപ്പി എടുത്ത് കൊടുക്കുന്നത്, അപ്പോൾ അയാൾ ഒപ്പിട്ട് കൊടുക്കുന്നു, ഒരു ഓഫീസർ ഒരു ബാങ്ക് ലോണൊക്കെ പാസ്സാക്കി കൊടുക്കും ഒരു കുപ്പിയിൽ. ഒരു 1000 രൂപയുടെ കുപ്പി ആയിരിക്കും, പക്ഷെ എത്ര പറഞ്ഞിട്ടും കേൾക്കാത്ത വ്യക്തിക്ക് 1000 രൂപയുടെ കുപ്പി കൊണ്ട് കാര്യം നടത്തി. അങ്ങനത്തെ ഷോർട്ട് കട്ടാണ് ഇതൊക്കെ. എന്ന് വെച്ചാൽ ജാതകപ്രകാരം നമുക്ക് അനുഭവിക്കേണ്ടുന്ന സുഖങ്ങളെയല്ല, നമ്മൾ അർഹതപ്പെട്ട സുഖങ്ങളെ മാത്രമല്ല നമുക്ക് ഇതുവഴി നേടാൻ സാധിക്കുക. സാത്വിക ആരാധനയിലൂടെ നമുക്ക് ജാതകപ്രകാരം അല്ലെങ്കിൽ നമുക്ക് അർഹമായ സുഖങ്ങളെ മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് ഇപ്പോൾ ചേച്ചി മഹാവിഷ്ണുവിനെ വിളിക്കുകയാണ് അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ ആരാധിക്കുകയാണെങ്കിൽ ചേച്ചിക്ക് ഈ ജന്മത്തിൽ ലഭിക്കേണ്ട സുഖങ്ങൾ എല്ലാം തരും. അതിനൊരു അണുവിട അങ്ങോട്ടും തരില്ല, കൂടുതലൊന്നുമില്ല, കുറവില്ല. ഇതല്ല, നമുക്ക് അർഹത ഇല്ലാത്തൊക്കെ തരും. നമുക്ക് ഈ ജന്മം ഇപ്പോൾ ഒരു ഇങ്ങനെയൊക്കെ ജീവിക്കാനാണ് യോഗമെങ്കിലും ആ ദേവതയ്ക്ക് അല്ലെങ്കിൽ യക്ഷിണി പോലെയുള്ള ഒരുപാടുണ്ട്, അവർക്ക് നമുക്ക് അനർഹമായ സുഖത്തെ പോലും തരാൻ അവർക്ക് കഴിവുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റ് അനന്തര ഫലങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അർഹതയില്ലാത്ത നേടിയ ഒരു നാളത് അതിൻ്റെ ഫലവും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ മക്കളില്ല എന്നുള്ള അതീവ പുത്രദുഃഖം എന്നൊക്കെ പറയുമല്ലോ. ഇപ്പോൾ നമ്മൾ കുട്ടികളില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് മക്കളില്ലാതെ പോയത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ ജന്മർക്ക് കുട്ടികളില്ലാത്തത്. അത് അവർ അംഗീകരിക്കാതെ നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടും പല ആരാധന ചെയ്തിട്ടും ഷോർട്ട് കട്ട്സിലൂടെയും കുട്ടികളുണ്ടായാൽ ആ മക്കളെ കൊണ്ട് അവർ ആ മക്കൾ ഉണ്ടാവാതിരിക്കുന്നതിനേക്കാൾ കഠിനമായ ദുഃഖം അനുഭവിക്കും. ഇപ്പോൾ ചില ആളുകൾ അറിയാം, വളരെ പ്രായമായിട്ട് അവർ പല യാഗം ചെയ്തും പുത്രകാമേഷ്ടി നടത്തിയിട്ടൊക്കെ കുട്ടികളുണ്ടായി, പക്ഷേ 3-4 വയസ്സായപ്പോഴേക്കും അത് അങ്ങനെ. അപ്പോൾ അവർ ചിന്തിച്ചു ഉണ്ടാവേണ്ടായിരുന്നു, ഒരു 4 വർഷത്തെ കാലത്തേക്ക് ഇതിപ്പോൾ അതിലേറെ ദുഃഖമായി, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ഉണ്ടായപ്പോൾ ഇങ്ങനെ ഒരു പുത്രദുഃഖം കൂടി അനുഭവിക്കേണ്ടി വന്നല്ലോ എന്ന് അവർ ചെയ്യും. അപ്പോൾ അതറിയുന്നത് കൊണ്ടാണ്, ആ യോഗം അവർക്കുള്ളതുകൊണ്ടാണ് ആ പുത്രനെ ആദ്യം ആ സാത്വികമൂർത്തി കൊടുക്കാതിരുന്നത്. അതിനെ ഇതുപോലെ നമ്മൾ ഇത് കൊടുത്ത് മേടിച്ചു, എന്താണ് കൈക്കൂലി കൊടുത്ത് മേടിച്ചതാണ്. തരും, പരിപാലിക്കണം നിർബന്ധമില്ല. ഇപ്പം ചാത്തൻ്റെ ഒക്കെ കാര്യം ഇവിടെ ചേർത്ത് പറയാം. ചാത്തൻ നല്ല സാത്വിക മൂർത്തിയായിട്ടും ചാത്തനെ പരിഗണിക്കാം. അതായത് ഇതുപോലെ, എന്നാൽ അതിനൊരു കുഞ്ഞു സ്വഭാവം ഉള്ളതുകൊണ്ട്, കുട്ടിയുടെ സ്വഭാവം ഉള്ളതുകൊണ്ട് അതിനെ വശീകരിക്കാൻ എളുപ്പമാണ്. ഒരു കുട്ടികളെ മിഠായി കാണിച്ചു കൊടുക്കുന്ന പോലെ കുട്ടികളുടെ ഒരു ബാലനായിട്ടാണ് കണക്കാക്കുന്നത്. ബാലമൂർത്തിയാണ്. അപ്പോൾ ആ കുട്ടിയുടേതായ ഒരു പക്വത കുറവ് അതിനുണ്ട്, യുക്തിയില്ല, കഴിവുണ്ട്. എന്ന് വെച്ചാൽ ഒരു 7 വയസ്സുള്ള കുട്ടിയെടുത്ത് തോക്ക് കൊടുത്ത ഫലം, അതാണ് അതിൻ്റെ ഒരു കാര്യം. ഈ 7 വയസ്സുള്ള കുട്ടിക്ക് ശേഷിയുണ്ട്, കഴിവുണ്ട്, പക്ഷെ എവിടെ പ്രയോഗിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പം ചാത്തനെ നമ്മൾ വശമാക്കി കൊണ്ടുകൊടുക്കണം. സാത്വിക മൂർത്തികൾ അത് വേണ്ട, ത്രികാലജ്ഞാനമുണ്ട്, അവർക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട ആര് ചോദിച്ചാൽ കൊടുക്കും. ഇപ്പോൾ ഗുരുവായൂരപ്പം നമ്മൾ എത്ര വിളിച്ചു ചോദിച്ചാൽ ചില കാര്യങ്ങൾ തരില്ല. കാരണം പുള്ളിക്കാരെ ഇതിപ്പോൾ കൊടുത്തപ്പോൾ ഒരു ഇപ്പോൾ ചെറുപ്പക്കാരൻ പറയും എല്ലാവർക്കും ബൈക്കുണ്ട്, എനിക്ക് മാത്രം ബൈക്കില്ല, എനിക്കൊരു പെട്ടെന്നൊരു ബുള്ളറ്റോ അല്ലെങ്കിൽ വേറെ ഇത് വേണം, സൂപ്പർ ബൈക്ക് വേണം. അപ്പോൾ അവർ കൊടുക്കാതിരിക്കാൻ കാരണം അതുകൊണ്ട് അവൻ അപ്പുറത്തൊരു വലുത് വരാതിരിക്കുന്നുണ്ട്. അപ്പോൾ അത് മുടക്കാൻ വേണ്ടി ഇത് കൊടുക്കാതിരിക്കും. മറ്റു മൂർത്തികളെ നമ്മൾ കൈക്കൂലി എടുത്ത് കാര്യം നേടുമ്പോൾ ഇത് പ്രാർത്ഥിച്ച കാര്യം നടക്കും. എന്താ വേണ്ടത്? വണ്ടി കിട്ടി. പക്ഷെ അതിനുശേഷം അപ്പുറത്ത് നടക്കാനിരിക്കുന്ന ദുരിതം ഇവർ രക്ഷിക്കാൻ, ആ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാൻ ഈ മൂർത്തിക്ക് ബാധ്യതയില്ല. സാത്വിക മൂർത്തികൾ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു ഫലം ഒരാൾക്ക് കൊടുത്താൽ, ഒരു യോഗം ഒരാൾക്ക് കൊടുത്താൽ ആ യോഗം പരിപാലനം ചെയ്യാൻ അവർക്ക് ശേഷിയുണ്ട്. അത് നിത്യസുഖമായിരിക്കും. ഇത് നേടാം, പക്ഷെ പരിപാലനം കഷ്ടമായിരിക്കും. അതായത് പുലിപ്പല്ല് വേണമെന്ന് നമ്മൾ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് നേടിയാൽ പുലിപ്പല്ല് കിട്ടും. നാളെ മറ്റന്നാൾ കേസായാൽ അത് നമ്മൾ ഹാൻഡിൽ ചെയ്തോണം. അതിന് വേറെ വിളിക്കേണ്ടി വരും. അത് ഇദ്ദേഹത്തിൻ്റെ ബാധ്യതയല്ല. ഒരാളെ കല്യാണം കഴിക്കണം, ശക്തമായ ആഗ്രഹം ഒരു കുട്ടിക്ക്, ഒരാൾക്ക് കല്യാണം നടത്തി കൊടുക്കും. പക്ഷെ അതിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഈ മൂർത്തിക്ക് ബാധ്യതയില്ല. ഗുരുവായൂരപ്പൻ അങ്ങനെയല്ല, നടത്തേണ്ടാണെങ്കിലേ നടത്തുള്ളൂ. പക്ഷെ നടത്തിയാൽ അദ്ദേഹത്തിന് അതിന് ബാധ്യതയുണ്ട്, അദ്ദേഹം പരിപാലനം കൂടി ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ യോഗങ്ങളെ കൊടുത്ത് പരിപാലിക്കാൻ സാത്വിക മൂർത്തികൾക്ക് പറ്റും. ഇങ്ങനെയുള്ള മൂർത്തികൾ കൊടുക്കും, പക്ഷെ പരിപാലനം നമ്മുടെ ഉത്തരവാദിത്തമാണ്. യക്ഷി ഉൾപ്പെടെ. അതാണ് ഞാൻ ഈ ഉദാഹരണം കൂടി പറഞ്ഞത്. ഇപ്പോൾ മനസ്സിലാവില്ല, ഇപ്പോൾ കൂടുതൽ ആരാധന, അപ്പോൾ അതിനേക്കാൾ ഇപ്പുറത്താണല്ലോ ആരാധന ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഉദാഹരണം. യക്ഷിണി ആരാധനയും അതുപോലെ തന്നെയാണ്. അതിൻ്റെ പരിപാലനം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിന് നമ്മൾ മറ്റു സാത്വിക മൂർത്തികൾ, മറ്റു ദേവതകളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യണം. യക്ഷി ഉപാസന മാത്രമായിട്ട് ഒരാൾ ജീവിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് അപകടവും ഉണ്ട്. പക്ഷേ ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടല്ലോ, ബ്രഹ്മരക്ഷസ്, അതിൻ്റെ അപ്പുറം തന്നെ വലിയ ക്ഷേത്രങ്ങളുണ്ടാവും. പലയിടത്തും കണ്ടിട്ടുണ്ടാവുക. അതെ, അത് യക്ഷി അമ്മ സങ്കല്പത്തിലാണ് അങ്ങനെ വെക്കുന്നത്. അതൊരു പരിപാലിക്കാൻ വേണ്ടി, അതായത് ആ ഒരു നാടിനെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരു പരിപാലനത്തിന് വേണ്ടിയിട്ട് ഒരു സംരക്ഷണ മൂർത്തിയായിട്ട് വെക്കുന്നതാണ് യക്ഷിണികൾ. ദേവനോട് യോഗം ചെയ്ത് നിർത്തുന്നതാണ്. അവിടെ പൂർണ്ണമായിട്ടും മാതൃസങ്കല്പത്തിലാണ് വെക്കുന്നത്. ക്ഷേത്രങ്ങൾ മാതൃസങ്കല്പത്തിൽ വയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഗുണദോഷങ്ങൾ ഒരു പരിധി വരെ ചെറിയൊരു ശതമാനം കുറയുന്നു മാത്രം. അതും മകൻ ചോദിച്ചാൽ നോ പറയാൻ പറ്റാത്ത അമ്മയായിരിക്കും. അമ്മ എന്നുള്ള സങ്കല്പത്തിലായതുകൊണ്ട് ഇപ്പൊ അമ്മമാര് പല വിധത്തിലുണ്ടല്ലോ.
ഇപ്പം മനുഷ്യനായാലും അമ്മമാർ പല വിധത്തിലുള്ള മാതൃസങ്കല്പമാണെങ്കിലും മകൻ 4 പ്രാവശ്യം ചോദിച്ചാൽ എന്ത് ഇതാണെങ്കിലും ശരി അത് നടത്തി കൊടുക്കാതിരിക്കാൻ പറ്റാത്ത നോ പറയാൻ പറ്റാത്ത അമ്മമാരുണ്ട്. എന്നാലേ ഇത് അവന് മോശമാണ്, അത് ഒരിക്കലും ഞാൻ ചെയ്തു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിടിയാലെ നിൽക്കുന്ന അമ്മമാരുണ്ട്. അപ്പം ഈ സാത്വിക ദേവതകളൊക്കെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെയാണ്, അതവനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അവന് ഇന്നെ കൊടുത്താൽ അവൻ ഇന്നെ പോലെ ആവും, അത് പിന്നെ ഞാൻ കാണേണ്ടി വരും, അതിന് ഞാൻ പരിപാലിക്കേണ്ടി വരും. വേണ്ട, തൽക്കാലത്തെ ദുഃഖം നോക്കണ്ട, അവൻ പ്രാർത്ഥിച്ചാലും ശരി കൊടുത്താൽ ഞാൻ കൊടുക്കില്ല എന്ന് അവർ നിശ്ചയിക്കും. അപ്പോൾ നമുക്ക് താൽക്കാലിക വിഷമമൊക്കെ തോന്നും. എന്നിട്ട് ഇവിടെ ഒന്നും നടക്കാത്തപ്പോഴാണല്ലോ അങ്ങോട്ട് പോകണം. അപ്പം അങ്ങോട്ട് പോയിട്ട് 3 മാസം കൊണ്ട് കാര്യം നടക്കും. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ദേവത കൊടുക്കാതിരുന്നതെന്ന് വരും കാലങ്ങളിൽ മനസ്സിലാവും. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ വീണ്ടും ഇങ്ങോട്ട് വരും. അതാണ് ഇതിൻ്റെ കാര്യം. ഇവിടെ നടക്കാത്തതിന് അങ്ങോട്ട് പോകും, അവിടെ നടന്ന് കൊട്ട് കിട്ടുമ്പോൾ ഇപ്പുറത്തേക്ക് വരും, വീണ്ടും അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. ഇത് മനുഷ്യന് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ളത്. നമ്മൾ ആദ്യം ഒരു കാര്യം ചിന്തിക്കണം, നമുക്ക് അർഹതപ്പെട്ടത് ഇന്നതൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ ജ്യോതിഷത്തിൻ്റെയൊക്കെ സഹായത്തോടുകൂടി മനസ്സിലാക്കി അംഗീകരിക്കുക. പിന്നെ സാത്വികമൂർത്തികളെ ഡിപ്പെൻഡ് ചെയ്യുക. കുറച്ചൊക്കെ ചിലപ്പോൾ നമ്മൾ ഒരുപാട് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ കിട്ടും. അതാവുമ്പോൾ കിട്ടുന്നത് നിത്യസുഖമായിരിക്കും. മറ്റേന്ന് വെച്ചാൽ ധാരാളം കിട്ടും, പക്ഷേ പരിപാലനം നമ്മളെ ഉത്തരവാദിത്തം. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ലല്ലോ, എല്ലാം പെട്ടെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ബസനയുടെയൊക്കെ പ്രധാന കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, അത്യാവശ്യം ഊണ് കഴിച്ച് പോയാൽ മതി, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് കഷ്ടങ്ങളൊന്നും സഹിക്കാൻ വയ്യ. മൃദുലമായ അല്ലെങ്കിൽ ലോല മനസ്സാണെങ്കിൽ ഇതിനൊന്നും പോകാതിരിക്കുകയാണ് നല്ലത്. അതെല്ലാവരോടും കിട്ടിയപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് നമുക്ക് വിധിച്ചതെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നതിനും കുറച്ചൊക്കെ സമാനം ഉണ്ടാവും. ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ അംബാനിമാരെ പോലെ ആവാൻ പറ്റണമെന്നില്ല. അത് അയാളുടെ ഇപ്പം അവർ അയലൊക്കത്തെ ഒരു കുട്ടിക്ക് ഇന്നതുണ്ടെങ്കിൽ അത് അവൻ്റെ യോഗമാണ്, എനിക്കിതാണ് യോഗം എന്ന് വെച്ചാൽ അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഒരു 90% ആളുകൾക്കും സാധിക്കാറില്ല. അവിടെ നിന്നാണ് ഇങ്ങനെയുള്ള ദേവതകളെ ഉപാസിക്കാനുള്ള ടെൻഡൻസി തുടങ്ങുന്നത്. അല്ലാതെയുണ്ട് ഇപ്പം ചിലരുടെ ഈ ഇപ്പം നമ്മൾ ഈ കുലദേവതയൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ദേവതകൾ ഉപാസിക്കുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട്. യക്ഷി ഉപാസന, അതുപോലെ ചാത്തനുണ്ട്. ഇപ്പോൾ കുട്ടിച്ചാത്തൻ എത്രയോ കുടുംബങ്ങളുടെ ഇതുണ്ട്. അതുപോലെ കരിങ്കുട്ടി ചാത്തൻ എന്ന് പറയുന്നത് എത്രയോ ഇപ്പോൾ കോഴിക്കോടൊക്കെ ഒരുപാട് കുടുംബങ്ങളുടെ ഈ കുലദേവതയായിട്ട് തന്നെ ഈ കരിങ്കുട്ടി ചാത്തൻ ഉണ്ട്. അവരുടെ കുടുംബത്തിന് അത് പ്രശ്നമില്ല. അതിനെ മറ്റൊരു ഒരു ഭാവത്തിലാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ആ കാരണവർക്ക് ഇത് അറിയാലോ, ഈ മൂർത്തിയുടെ സ്വഭാവം. അപ്പം നമ്മൾ ഈ ക്ഷിപ്ര കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ആ മൂർത്തിയെ ഡിപ്പെൻഡ് ചെയ്യില്ല, കുലാചാരമായിട്ട് അനുഷ്ഠിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ കുലാചാരം ചെയ്യുമ്പോൾ വർഷത്തിലൊരിക്കൽ ദേവതയ്ക്ക് വേണ്ട ഉപചാരങ്ങൾ കൊടുക്കുന്ന പോലെ അത്രയേ ഉള്ളൂ. ആ ഒരു ഡിസ്റ്റൻസിലാണ് ആ മൂർത്തിയെ നിർത്തുന്നത്. ശാത്തനാണെങ്കിലും ശരി, യക്ഷിയാണെങ്കിലും ശരി. ഇതല്ല, നമ്മൾക്ക് മനസ്സിൽ തോന്നുന്ന ഓരോരോ ആഗ്രഹങ്ങളും അവിടെ പോയിട്ട് നമ്മൾ സാധിപ്പിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇവിടെ നടക്കില്ല. ഒരു വർഷം ഇപ്പോൾ ഈ മാസം ഒരു പൂജ നടത്തി അടുത്ത വർഷം ഈ സമയത്തെ അടുത്ത പൂജ ഉള്ളൂ. അത് ചാത്തനാണെങ്കിലും ശരി, യക്ഷിയാണെങ്കിലും ശരി. ഇതല്ലല്ലോ, ഏത് കാര്യത്തിനും ഓടിച്ചല്ലോ. അതാണ് വ്യത്യാസം. ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.